നമസ്കാരം. പശ്ചിമേഷ്യയിൽ ദേ ഒപ്പിട്ടു എന്നാണ് പറഞ്ഞിരുന്നത്. അവരവസ്ഥയിലേക്ക് എത്തിയതാണ്. പക്ഷെ അതിന് തുരങ്കം വെച്ച് അമേരിക്ക തൻ്റെ സ്വഭാവം കാണിച്ചു. ട്രംപ് അങ്ങനെയാണ്. സമാധാനം എന്ന് പറയും, ഒത്തുതീർപ്പ് ചർച്ച എന്ന് പറയും, മറുഭാഗത്ത് കൂടി കയറിയടിക്കും. ഇതാണ് ഇറാൻ പറഞ്ഞത്. അമേരിക്കയും ട്രംപിനെയും ഒരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളൂല എന്ന്. ഏറെക്കുറെ ഒപ്പിടലിന് അടുത്തെത്തിയിട്ടുള്ള ഇറാൻ അമേരിക്ക സമാധാന കരാർ വീണ്ടും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. 3 മാസത്തെ യുദ്ധത്തിനും അതിനുശേഷമുള്ള വെടിനിർത്തൽ ധാരണകൾക്കും ഒടുവിൽ പശ്ചിമേഷ്യയിൽ ദേ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന ഒരു പ്രതീതി നിലവിൽ വന്ന് ഹോർമുസ് അടക്കം എല്ലാം തുറന്ന് ലോകം സമാധാനമായി പഴയ രീതിയിലാകും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ദക്ഷിണ ഇറാനിലെ അമേരിക്കൻ സൈന്യം അപ്രതീക്ഷിതമായിട്ട് കയറി ആക്രമണം നടത്തുന്നത്. ഖത്തർ, കുവൈറ്റ്, സൗദി അറേബ്യ, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾക്കായി ഇറാൻ പ്രതിനിധി സംഘം ഖത്തറിൽ സന്ദർശനം നടത്തുന്നതിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടായത് എന്ന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന രാജ്യത്തിനോ കൈമാറണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത സമ്മർദ്ദമാണ് ഈ നീക്കത്തിന് പിന്നിൽ എന്ന് ആണ് വാർത്തകൾ വരുന്നത്. ഇത് തന്നെയാണ് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം യുദ്ധം നിർത്താൻ ട്രംപ് തയ്യാറല്ല. ട്രംപിനൊരു ലക്ഷ്യമുണ്ട്. ട്രംപിന് എണ്ണയിന്മേലുള്ള നിയന്ത്രണം വേണം. ട്രംപ് വിൽക്കും. അതുപോലെ അവരുണ്ടാക്കി വെച്ച് ശരിയാക്കി വെച്ചിട്ടുള്ള യുറേനിയമുണ്ട്, സമ്പുഷ്ടീകരിച്ച യുറേനിയമുണ്ട്, അതും അമേരിക്കയ്ക്ക് വേണം. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ലോക രാജ്യങ്ങൾ മുഴുവൻ സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അമേരിക്കയ്ക്ക് കൊടുത്തിട്ട് അമേരിക്കയുടെ ദാസ്യപ്പണി ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവർ ജീവിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ ഇറാൻ പറഞ്ഞത് ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇറാന്റെ പരമാധികാരത്തിന്മേൽ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. ഇറാന്റേതായ ഒരു പരമാധികാരമുണ്ട്, അതിൻ്റെതായ ധാരണകളുണ്ട്, അഭിമാനമുണ്ട്. അതുമേ തൊട്ടുള്ള കളി വേണ്ട. നമുക്ക് വേണമെങ്കിൽ യുദ്ധം നിർത്താം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് തൽക്കാലം പുറത്ത് കാര്യങ്ങളൊക്കെ നിർത്താം. ഇറാന് സംഭവിച്ചിട്ടുള്ള നഷ്ടങ്ങൾ നിങ്ങൾ തരണം, അതേപോലെ ഹോർമൂസിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും, നമുക്ക് നിർത്തി അവസാനിപ്പിക്കാം. അത്തരത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോയിരുന്നത്. ട്രംപ് അത് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് ഹോർമൂസ് കടലെടുക്കലും തുറമുഖ നഗരമായിട്ടുള്ള ബന്ദർ അബ്ബാസിലും ഒക്കെ അമേരിക്കൻ സൈന്യം മിസൈൽ ലോഞ്ചിങ് പാഡുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ബോംബാക്രമണം നടത്തിയത്. അമേരിക്ക ഇതിനെ സ്വയം പ്രതിരോധം എന്നാണ് ന്യായീകരിക്കുന്നത്. സ്വയം പ്രതിരോധിക്കുക. സമാധാന കരാറിൽ ഒപ്പിടാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ട്രംപ് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്ന വിലയിരുത്തലാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ. അല്ലാതെ വേറെന്താ ചിന്തിക്കേണ്ടി? ഒപ്പിടണമെന്ന് പറയുന്നു അയാൾ, അത് പറ്റൂല എന്ന് പറയുന്നതും അയാൾ. അമേരിക്കയുടെ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് തന്നെ ഇറാൻ ശക്തമായ തിരിച്ചടി നൽകിയിട്ടുള്ള വാർത്തയാണ് വരുന്നത്. അതായത് അമേരിക്ക എന്നല്ല, ഇസ്രായേൽ എന്നല്ല, ആരും ഇറാന്റെ മണ്ണിൽ കടന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ ശക്തമായ തിരിച്ചടി കിട്ടുമെന്നാണ്. അമേരിക്കയുടെ അത്യന്താധുനിക MQ-9 ഡ്രോണ് വെടിവെച്ചിട്ടതായിട്ട്, യുദ്ധവിമാനങ്ങളെ ആകാശത്ത് നിന്ന് വെടിവെച്ച് ഓടിച്ചതായിട്ടും IRGC അവകാശപ്പെട്ട വാർത്തയാണ് ഇന്നലെ കണ്ടത്. ഡ്രോണ് വീണു എന്നുള്ളത് വാർത്ത ഏകദേശം എല്ലാവരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനൊക്കെ കാരണം ഇസ്രായേലാണ് എന്നും ഇതിൻ്റെയൊക്കെ തുടക്കം ഇസ്രായേലാണെന്നും അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ നാശം അടുത്തു കഴിഞ്ഞുവെന്നും താമസിയാതെ തന്നെ വരും വർഷങ്ങളിൽ തന്നെ ഇസ്രായേൽ ഈ ഭൂമുഖത്ത് തന്നെ തുടച്ചു നീക്കപ്പെടുമെന്നും ഇറാന്റെ പരമോന്നത നേതാവ്, ഇപ്പോഴത്തെ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖൊമൈനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ യുദ്ധവും ഹോർമുസ് കടലിടുക്കിലെ ഉപരോധവും ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ എണ്ണവില 3 രൂപ വീണ്ടും കൂടിയിട്ടുണ്ട്. വീണ്ടും കൂടിക്കൊണ്ടുവരികയാണ്. എവിടെ എത്തും എന്ന് യാതൊരു പിടിയില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ അസംസ്കൃത എണ്ണയുടെ ദൗർലഭ്യം, കടുത്ത വിലക്കയറ്റം അവിടെയും അനുഭവപ്പെടുന്നുണ്ട്. എണ്ണ വിൽപ്പനയ്ക്കായിട്ട് ഹോർമുസ് കടലിടുക്കിനെ മാത്രം ആശ്രയിക്കുന്ന കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക മേഖലയും ഈ സാഹചര്യം ശ്വാസം മുട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങി യുദ്ധം തുടരാനാണ് ഡൊണാൾഡ് ട്രംപ് താല്പര്യപ്പെടുന്നത്. സ്വന്തം നിബന്ധനകൾക്ക് വഴങ്ങാതെ ഇറാനുമായി ഒരു കരാറിലെത്തുന്നത് ലോകത്തിന് മുന്നിൽ കീഴടങ്ങലായി വ്യാഖ്യാനിക്കപ്പെടുമെന്നുള്ള ഭയം ട്രംപിനെ യുദ്ധവഴിയിൽ തന്നെ നിർത്താൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വലിയ യുദ്ധഭീതിയിലേക്ക് തള്ളിവിടുന്നതാണ് അമേരിക്കയുടെ ഈ പുതിയ നയം. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ കരാർ ഉണ്ടാക്കി സമാധാനം വന്നു എന്ന് ഇടയ്ക്കിടെ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ട്രംപ് ഇറാനിൽ കയറി പൊട്ടിച്ചുകൊണ്ടിരിക്കും. ഇറാനിൽ ഒന്ന് പൊട്ടിക്കുമ്പോൾ ഇറാൻ 10 തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. ഈ യുദ്ധം പശ്ചിമേഷ്യയിൽ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീരാൻ പോകുന്നില്ല. ഇനി അഥവാ യുദ്ധം അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇറാൻ കീഴ്പ്പെട്ട് ദാസ്യപ്പണിയെടുത്ത് ജീവിക്കണം. അതിന് ഇറാൻ നിൽക്കുമെന്ന് തോന്നുന്നില്ല. Different angles. Don't forget to subscribe and support this channel.